ആദ്യ ശ്രമത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആദ്യം മുതൽ ഇത് 2.5 വർഷം കഴിഞ്ഞ് പറയുമ്പോൾ ഞാൻ ഏക വ്യക്തിയാണ് ഇത് ഫൈറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതല്ല, സംസ്ഥാന പ്രസിഡന്റും എന്നോടൊപ്പം ഉണ്ട്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ PC ചാക്കോയും സംസ്ഥാന പ്രസിഡന്റ് രണ്ടും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനെ മന്ത്രിയെ മാറ്റണം എന്ന് ഔദ്യോഗികമായിട്ട് ശശീന്ദ്രനെ മാറ്റുകയും താങ്കളെ കൊണ്ടുവരികയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യം മോശമാവുമോ? അന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോശമാണ് താങ്കളെ കൊണ്ടുവരുന്നത്. ഇപ്പൊ എന്തായാലും NCPന്റെ ഒരു മന്ത്രിയായി തുടരുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ശശീന്ദ്രൻ തുറന്നാലും ഈ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്, താങ്കൾ തുറന്നാലും അതേ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കും. പിന്നെ എന്ത് പ്രശ്നമാണ് താങ്കളെ കൊണ്ടുവരുന്നതിലുള്ളത്? അങ്ങനെയുള്ള ഒരു വിഷയത്തിലല്ലല്ലോ ഈ സമയം ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഒത്തിരി കാലമൊന്നും കാത്തിരിക്കുന്നില്ല. ഞാൻ വളരെ ഷോർട്ട് പീരീഡിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എത്ര കാലം താങ്കൾ കാത്തിരിക്കാൻ തയ്യാറാണ്? തീരുമാനം എത്ര സമയത്തിൽ വന്നില്ലെങ്കിൽ താങ്കൾ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായിട്ട് എടുക്കുന്നില്ലല്ലോ നമ്മൾ. കാരണം നമുക്ക് ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ അവകാശം തരിക എന്നുള്ളത് പിന്നെ അവരുടെ ഒരു കടമയാണ്. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര നാളും കാത്തിരിക്കാനായിട്ട് ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഒക്കത്തില്ല. ഇനി ആ പാടെ 1 വർഷവും 8 മാസമോ 7 മാസമോ കണ്ടേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം, അത് നടക്കണം. ഇതിപ്പം ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊരു തീരുമാനം പറയും എന്താണെന്നുള്ളത്. അപ്പം ഇപ്പം നിങ്ങളെ വിളിക്കാൻ കാരണം, ഞാൻ രാവിലെ പേപ്പർ എനിക്ക് ഒരാൾ അയച്ചു തന്നപ്പോഴത്തേക്ക് ഞാൻ പോലും സ്റ്റണ്ടായിപ്പോയി. ഒരു സാമ്പത്തിക ക്രമക്കേട്, പണ്ട് ഒരു കേരള കോൺഗ്രസിൻ്റെ നേതാവ് കാണിച്ച പോലെ സ്ഥലം എഴുതി കൊടുക്കാതെ 5-6 കോടി രൂപ മേടിച്ചതിൻ്റെ ആണോ, വല്ല 10 കോടി രൂപയുടെ അങ്ങനെ വല്ലോ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട്. ക്രമക്കേടെന്ന് പറയുന്നത് അങ്ങനല്ലേ? അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. സാമ്പത്തിക ക്രമക്കേടെന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറിനകത്ത് അച്ചടിച്ച് വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. തീർച്ചയായിട്ടും പോകും. അത് അല്ല, മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം, ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം മനോരമ ചാനലിന് അല്ലെങ്കിൽ മനോരമ പത്രത്തിന് എങ്ങനെ കിട്ടി എന്ന് അവർ വെളിപ്പെടുത്തട്ടെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ്, അപ്പോൾ ആരാ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത്, ആരൊക്കെയാണ് ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തത വരുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തി. വേറെ ഒരു കാര്യവും എനിക്ക് ഇതിനകത്ത് സത്യത്തിൽ പറയാനില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മീഡിയക്കാർക്ക് മറുപടി കൊടുക്കാമെന്നുള്ളത് സാമാന്യ മര്യാദയാണ്. അതനുസരിച്ചാണ് പറഞ്ഞത്. ഞങ്ങളുടെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് പറയുന്ന ആളാണ് പിണറായി വിജയൻ. അതിനകത്തൊന്നും മറവും ഒളിവൊന്നുമില്ല. അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതാണല്ലോ ഇപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേട് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് സാമ്പത്തിക ക്രമക്കേടാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നത് ഇവർ പറയട്ടെ. NCP അധ്യക്ഷന്റെ ഒരു തീരുമാനവുമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയെ പോയി കാണുമ്പോൾ നിങ്ങളുടെ പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് ബാധ്യസ്ഥരാണ്. അത് പറഞ്ഞല്ലോ അദ്ദേഹം ഇന്നലെ. നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് ഇച്ചിരി സമയം വേണമെന്ന് പറഞ്ഞത്, അത് PC ചാക്കോ സാർ അത് ഉൾക്കൊണ്ടു. അത് വളരെ ക്ലിയറായിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതിനപ്പുറം വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക ക്രമക്കേട് എന്ന് അച്ചടിച്ചു വന്ന ഇത് ഞാൻ പറഞ്ഞില്ലെന്നുണ്ട് ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാർ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സാമ്പത്തിക ക്രമക്കേട് തോമസ് എന്ത് സാമ്പത്തിക ക്രമക്കേട് നമ്മൾ കാണിച്ചത്? നമുക്ക് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ല, അങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലത്തിലും അല്ല ഞാൻ വളർന്നു വന്നത്. അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ്. ഇങ്ങനെ സാമ്പത്തിക ക്രമക്കേട് നടത്തി കാശുണ്ടാക്കേണ്ട ഗതികേടൊന്നും ഇന്നില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കിയിട്ട് ഒറ്റ ദിവസം പോയിട്ട് പിറ്റേ ദിവസം രാത്രി കയറി വന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടും ക്രമമായിട്ട് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പത്രവാർത്ത വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് പത്രക്കാരെ വിളിച്ചറിയിക്കും. നമുക്ക് ഇങ്ങനെ പിന്നെ മന്ത്രിസ്ഥാനം അത് ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് പറയുന്നുണ്ട്. അത് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ വരും, സംശയമൊന്നും. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ഇതിന് വിലങ്ങ് തേടിയായിട്ട് നിന്നാലും അത് വരേണ്ട രീതി വരും, ഒരു സംശയമില്ല കാര്യത്തിൽ. അതാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു വാർത്ത വന്നതിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വന്നിരിക്കുന്ന അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് വെളിപ്പെടുത്തണം. അവർക്ക് ഈ ന്യൂസ് കൊടുത്തത് ആരാണെന്ന് പറയണം.